സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI രജിസ്റ്റർ ചെയ്ത FIRൽ 21 പ്രതികൾ. പോലീസ് പ്രതി ചേർത്ത 20 പേർക്ക് പുറമെ ഒരാൾ കൂടി പ്രതിപട്ടികയിലുണ്ട്. പേര് പരാമർശിച്ചിട്ടില്ല. 21ാമത്തെ പ്രതി അൺനോൺ പേഴ്സൺ എന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന CBI ദില്ലി യൂണിറ്റ് ഈ മാസം 5-നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി നാളെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ മൊഴി രേഖപ്പെടുത്തും. കേസന്വേഷണത്തിൻ്റെ തുടക്കം ആയതുകൊണ്ട് പോലീസിൻ്റെ FIRലെ വിവരങ്ങൾ വച്ച് അവർ പ്രാഥമികമായി കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. സത്യപാൽ യാദവ് എന്ന ഇൻസ്പെക്ടർക്കാണ് അന്വേഷണ ചുമതല. കുറ്റകരമായ ഗൂഢാലോചന, അനധികൃതമായി തടഞ്ഞുവയ്ക്കൽ, മർദ്ദനം, ആത്മഹത്യാ പ്രേരണ, റാഗിംഗ് നിരോധന നിയമം, ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് പ്രധാനമായും FIRൽ ഉള്ളത്. CBI സംഘം ഹോസ്റ്റലിലെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. രേഖകളുടെ പ്രാഥമിക പരിശോധനകളും പൂർത്തിയാക്കി. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെത്തും. 5 ദിവസം വയനാട്ടിൽ താമസിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തമാണ്. തുടർ അന്വേഷണത്തിൽ ഇത്രയും പ്രതികൾ അല്ല, 30ഓളം പേർ പ്രതിപട്ടികയിൽ വരും. അതിൻ്റെ തെളിവുകളും നാളെ CBIക്ക് കൈമാറും എന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു. ഡീൻ, അക്ഷയ്, അസിസ്റ്റന്റ് വാർഡൻ, പെൺകുട്ടികൾ ഇവരുടെയെല്ലാം പങ്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അച്ഛൻ പറഞ്ഞു. ക്യാൻസർ രോഗികൾക്ക് മുടി നൽകാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥ് തൻ്റെ മുടി നീട്ടി വളർത്തിയിരുന്നത്. വളരെ അഭിമാനത്തോടെയും സങ്കടത്തോടെയുമാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഇക്കാര്യം പറഞ്ഞത്. ഒരു ബ്യൂട്ടി പാർലറിൽ പോയി മുടി കട്ട് ചെയ്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നൽകി. തങ്ങൾ കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്നും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞു. ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ, നല്ലൊരു ഹൃദയത്തിനുടമയെയാണ് പട്ടിയെ തല്ലിക്കൊല്ലും പോലെ കൊന്നുകളഞ്ഞത്. തെളിവ് നശിപ്പിക്കാൻ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്ന തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നു. കുറേ ആളുകൾ കൂട്ടം കൂടി ഒരാളെ മർദ്ദിക്കുന്നു. അത് 100-ൽ കൂടുതൽ പേർ കണ്ടു നിൽക്കുന്നു. അതിൽ ഒരാൾ പോലും പേടികൊണ്ട്, ഭീഷണി കാരണം പേടിച്ച് പുറം ലോകത്തെ അറിയിച്ചില്ല. പോലീസ് അന്വേഷണത്തിലും രാഷ്ട്രീയ നേതാക്കളുടെയും ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരുടെയും ഭീഷണി കാരണം ആരും വായ തുറക്കുന്നില്ല. ചുരുക്കം ചിലർ മാത്രം രഹസ്യമായിട്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛനോടും പിന്നീട് പോലീസിനോടും പറയുന്നു. വെറും ആത്മഹത്യ മാത്രമാണെങ്കിൽ, ഉന്നതരുടെ മക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള സീനുകൾ ആവശ്യമില്ലല്ലോ. കോളേജ് അധികൃതർ, രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെ നിർദ്ദേശപ്രകാരം തുടക്കത്തിൽ പോലീസിൻ്റെ മെല്ലെപ്പോക്ക് നയവും കോളേജ് അധികൃതരുടെയും രാഷ്ട്രീയക്കാരുടെയും പലതും മറച്ചു വയ്ക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള തത്രപ്പാടും ആർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വളരെ ക്രൂരമായി പാവത്തിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന്. സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് മനക്കരുത്തും ആരോഗ്യവും ഉണ്ടാകട്ടെ.